അപ്പോൾ സെക്ഷൻ ഡിയിലും 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 16 to 20. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 4 സ്കോർസ്. 4 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതെങ്കിലും 4 എണ്ണം ഇതിലും എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ദി അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് എക്സ് ഈസ് 8. എക്സ് എന്ന് പറയുന്നൊരു എലമെന്റ്, അതിന്റെ സിമ്പിൾ ഒറിജിനൽ അല്ല, ആ ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 8 ആണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എ, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എക്സ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, എക്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 16th ക്വസ്റ്റ്യൻ എ എന്തായിരിക്കും? ആദ്യം നമുക്ക് ഫില്ല് ചെയ്യാം. 1s ഫില്ല് ചെയ്യാം, 1s2, പിന്നെ 2s2. അപ്പോൾ 4 ആയി. ഇനി 2pയിൽ എത്ര എണ്ണം കൂടി മതി? 4 എണ്ണം കൂടി. 1s2, 2s2, 2p4 ആണ് ഈ ഒരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഞാൻ ബി ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ഫൈൻഡ് ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരിയഡ് നമ്പർ. അപ്പോൾ ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും കണ്ടെത്തണം. ഇത് ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പോൾ പി ബ്ലോക്ക് എലമെന്റ് ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിനൊപ്പം 12 ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ ഇസ് ഈക്വൽ ടു ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിൽ 2p4, 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 4 പ്ലസ് അതിനോട് എന്താ ആഡ് ചെയ്യുക? 12 ആഡ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 16 ആണ്. ഓക്കെ. ഇനി പീരിയഡ് നമ്പർ എന്താണ്? പീരിയഡ് നമ്പർ ഇസ് ഈക്വൽ ടു ഷെൽ നമ്പർ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ ആണെന്ന് പറയുന്നത് പീരിയഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പീരിയഡ് നമ്പർ ഔട്ടർ മോസ്റ്റ് ഷെൽ എത്രയാണ്? 2 ആണ്. 2p4, 2 ആണ് ഔട്ടർ മോസ്റ്റ് ഷെൽ. പീരിയഡ് നമ്പർ 2. ഓക്കെ, ഇത്രേ ഉള്ളൂ. ബി ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോം വെൻ എക്സ് റിയാക്ട്സ് വിത്ത് അലൂമിനിയം. വാലൻസി ഓഫ് അലൂമിനിയം ഇസ് 3. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഈ ഒരു എലമെന്റ് അലൂമിനിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല, അലൂമിനിയത്തിന്റെ വാലൻസി എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? എക്സ് എന്ന് പറയുന്ന എലമെന്റ് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2s2, 2p4, അതാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s2, 2p4 ആണ്. അതായത് 2 + 4 6 ഇലക്ട്രോൺസ് ഉണ്ട്. 2 ഇലക്ട്രോൺസ് റിസീവ് ചെയ്താലാണ് എന്താവുക? ഒക്ടറ്റ് ആവുക, 8 ഇലക്ട്രോൺസ് ആവുക. അപ്പോൾ 2 ഇലക്ട്രോൺസ് റിസീവ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അലൂമിനിയം ഒരു മെറ്റൽ ആണ്. അപ്പോൾ എന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ ആദ്യം ആരുടെ സിമ്പിൾ എഴുതണം? ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ആയ അലൂമിനിയത്തിന്റെ സിമ്പിൾ നമ്മൾ എഴുതാം. അതിനുശേഷം ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആയ എക്സിന്റെ സിമ്പിളും എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കെമിക്കൽ ഫോർമുല എഴുതണം. കെമിക്കൽ ഫോർമുല എഴുതാൻ എന്ത് ചെയ്താൽ മതി? അലൂമിനിയത്തിന്റെ വാലൻസി മുകളിൽ എഴുതാം. അലൂമിനിയത്തിന്റെ വാലൻസി എത്രയാണ്? 3 ആണ്. ഓക്കെ, എക്സിന്റെ വാലൻസി എത്രയാ? 2 ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എക്സിന്റെ വാലൻസി 2. വാലൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡൊണേറ്റഡ്, റിസീവ്ഡ് ഓർ ഷെയർഡ്. ഇതാണ് കെമിക്കൽ റിയാക്ഷനിൽ ട്രാൻസ്ഫർ നടക്കുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ എക്സിന് 2 ഇലക്ട്രോൺസ് ആണ് ആവശ്യം. എക്സിന്റെ വാലൻസി 2 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും വാലൻസി സ്വിച്ച് ചെയ്തിട്ട് സബ്സ്ക്രിപ്റ്റ് ആക്കി എഴുതാം. അപ്പോൾ ഇതിന്റെ ഫൈനൽ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് Al2x3. Al2x3 എന്നതാണ് ഇതിന്റെ ഫൈനൽ കെമിക്കൽ ഫോർമുല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 17th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് 17th ക്വസ്റ്റ്യൻ നോക്കാം. 17th ക്വസ്റ്റ്യൻ, the data given in the table shows a relation between the volume and temperature of a definite mass of a gas. ഒരു ഗ്യാസിന്റെ വോളിയം ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ ആണ് ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ 600 ml ആണ് വോളിയം. അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 Kelvin ആണ്. ഓക്കെ, 600 ml വോളിയം, 300 Kelvin ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ അതിന്റെ V/T വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ വോളിയം തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ V/T എന്തായിരിക്കും? V is equal to 600 ml. വിയുടെ വാല്യൂ 600 ml ആണ്. ഓക്കെ, ഇനി ടെമ്പറേച്ചർ എത്രയാണ്? 300 Kelvin ആണ്. 300 Kelvin ടെമ്പറേച്ചർ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ V/T ആണ്. എക്സ് ഇസ് ഈക്വൽ ടു V/T. V/T ആണ് കണ്ടുപിടിക്കേണ്ടത്. 600/300 is equal to 2 ആണ് ഇവിടെ എക്സിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. വൈ എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലുള്ള ഗ്യാസിന്റെ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റോയിൽ V എന്ന് പറയുന്നത് എത്രയാണ്? ഇത് V1 എന്നും ഇത് T1 എന്നും എടുക്കാം. അപ്പോൾ V1/T1. ഓക്കെ, ഇനി V2 എന്ന് പറയുന്നത് എത്രയാണ്? 800 ml ആണ്. V2 എന്ന് പറയുന്നത് 800 ml ആണ്. നമുക്ക് T2 തന്നിട്ടില്ല.
T2 is equal to y എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് V/T തന്നിട്ടുണ്ട്. V/T is equal to 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് V/y is equal to 2 അല്ലെങ്കിൽ V is equal to 2y, അതായത് y is equal to V/2. അപ്പോൾ V/2 എന്ന് പറയുന്നത് V എത്രയാണ്? 800 milliliter ആണ് ഡിവൈഡഡ് ബൈ 2, അതായത് y is equal to 400 Kelvin. അപ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 400 Kelvin ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും കഴിയാണ്. അതിൻ്റെ ബി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഗ്യാസ് ലോ ഇസ് അപ്ലൈഡ് ഹിയർ. ഇവിടെ ഏത് ഗ്യാസ് ലോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഏത് ഗ്യാസ് ലോ? വോളിയം ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ പറയുന്നത് ചാൾസ് ലോ ആണ്. അപ്പോൾ ഇവിടെ വോളിയം ടെമ്പറേച്ചർ റിലേഷൻ ആണ്. ദെയർഫോർ ബിയുടെ ആൻസർ ചാൾസ് ലോ. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഇസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ്, ഇറ്റ് വിൽ ബേഴ്സ്റ്റ്. ഗിവ് റീസൺ. ഒരു ബലൂൺ വീർപ്പിച്ചിട്ട് നമ്മൾ ഒരുപാട് നേരം സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടും. അതിൻ്റെ കാരണം എന്താണ്? കാരണം എന്താ? സൺലൈറ്റിൽ വെച്ച് കഴിയുമ്പോൾ സംഭവിക്കും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ്. ചാൾസ് അനുസരിച്ച് വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസ് ഇൻ വോളിയം ബലൂണിന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ബലൂൺ പൊട്ടിപ്പോകും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ? ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് ഹെൻസ് വോളിയം ഇൻക്രീസസ്. അതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ സി ആൻസർ ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് ഹെൻസ്, അതുകൊണ്ട് എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? വോളിയം ഇൻക്രീസസ്. ഇപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ബലൂൺ പൊട്ടിപ്പോകും. ബലൂൺ എന്ത് ചെയ്യാൻ കഴിയില്ല? ആ വോളിയത്തിനെ താങ്ങി നിർത്താൻ കഴിയില്ല. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 18 പറയുന്നത് ഒരു ഫിഗർ തന്നിരിക്കുകയാണ്. ഗിവൻ ഡയഗ്രാം റെപ്രസെൻറ്റ്സ് എ ഗാൽവാനിക് സെൽ. ഒരു ഗാൽവാനിക് സെല്ലിൻ്റെ ഫിഗർ നമുക്ക് തന്നിരിക്കുകയാണ്. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി നമുക്ക് ഹിൻ്റ് ആയിട്ട് mg ഗ്രേറ്റർ ദാൻ c എന്ന് തന്നിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ഗാൽവാനിക് സെൽ? ഗാൽവാനിക് സെല്ലിൽ എന്ത് എനർജി ചേഞ്ച് ആണ് നടക്കുന്നത്? എന്ത് എനർജി ചേഞ്ച് ആണ്? കെമിക്കൽ റിയാക്ഷനിലൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ chemical energy to electrical energy. Okay, chemical energy to electrical energy. ഇനി ക്വസ്റ്റ്യൻ ബിയിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അറ്റ് വിച്ച് ഇലക്ട്രോഡ് ഡസ് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് ഇൻ ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലുകളിൽ സാധാരണയായിട്ട് ഓക്സിഡേഷൻ എവിടെയാണ് സംഭവിക്കാറ്? ആനോഡിലാണ് സംഭവിക്കാറ്. HRMORA എന്ന് പറയുന്ന ഒരു ഫോർമുല നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഹൈലി റിയാക്റ്റീവ് മെറ്റൽ, ഓക്സിഡേഷൻ റിഡ്യൂസിങ് ഏജന്റ് ആൻഡ് ആനോഡ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹൈലി റിയാക്റ്റീവ് മെറ്റലാണ് എപ്പോഴും ഉള്ള സ്ഥലം ആനോഡായിരിക്കും. ആനോഡിലാണ് എന്ത് നടക്കുക? ഓക്സിഡേഷൻ നടക്കുക. അപ്പോൾ എപ്പോഴും ആനോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡിലാണ് ഒരു ഗാൽവാനിക് സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ ആനോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡ്. ആനോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡ്, ഇതിലാണ് എന്ത് സംഭവിക്കുക? ആനോഡ് നെഗറ്റീവ് ഇലക്ട്രോഡാണ് എന്ത് വിളിക്കുന്നത്? ആനോഡ് എന്ന് ഗാൽവാനിക് സെല്ലിൽ വിളിക്കുന്നത്. അപ്പോൾ രണ്ട് എഴുതിയാലും ആൻസർ കറക്റ്റാണ്. ഇനി ക്വസ്റ്റ്യൻ സിയിൽ ചോദിച്ചിട്ടുള്ളത് ഐഡന്റിഫൈ ദ കാഥോഡ്. അപ്പോൾ ആനോഡ് എന്താണ്? നെഗറ്റീവ് ഇലക്ട്രോഡാണ് അല്ലെങ്കിൽ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആണ്. അപ്പോൾ കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ലെസ് റിയാക്റ്റീവ് മെറ്റൽ. ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ലെസ് റിയാക്റ്റീവ് മെറ്റൽ എന്ന് പറയുന്നത് CU റോഡാണ്, കോപ്പർ റോഡാണ് ഇവിടെ ആനോഡ് എന്ന് പറയുന്നത്, കാഥോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ CU റോഡ്, കോപ്പർ റോഡാണ് ഇവിടെ കാഥോഡ്. ഇനി ക്വസ്റ്റ്യൻ ഡി, റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് കാഥോഡ് ഇൻ ദ ഗിവൻ സെൽ. അപ്പോൾ ഇവരുടെ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കാഥോഡിൽ എന്താ നടക്കുക? ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാഥോഡിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നത് എന്താണ്? റിഡക്ഷൻ ആണ്. അപ്പോൾ കോപ്പറിന് സംഭവിക്കുന്നു, കോപ്പർ ആദ്യം Cu2+ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്ത് ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതിനാണ് എന്ത് പറയുക? റിഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്തിട്ട് എന്തായി മാറുന്നു? Cu ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഈ റിഡക്ഷൻ സംഭവിക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് കാഥോഡിൽ നടക്കുന്ന ഇക്വേഷൻ. റെഡ്യൂസിങ് റിയാക്ഷൻ്റെ ഇക്വേഷനാണ് കാഥോഡിൽ നടക്കുന്ന ഇക്വേഷൻ. ഓക്കെ,
ഇനി അടുത്തത് 19th ക്വസ്റ്റ്യൻ. എന്താണ് 19th ക്വസ്റ്റ്യൻ? എ റിവേഴ്സിബിൾ റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം ഇസ് ഗിവൺ. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ തന്നിരിക്കുകയാണ്. 2NO പ്ലസ് O2 gives 2NO2. ഓക്കെ, 2NO O2 ആഡ് ചെയ്ത് കഴിയുമ്പോൾ 2NO2 പ്ലസ് ഹീറ്റ് ഫോം ചെയ്യണം. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ എ, ഹൗ ഡസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഫോം? എങ്ങനെയാണ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ പ്രൊഡക്റ്റ് ഫോർമേഷനെ ബാധിക്കുക? എന്താ സംഭവിക്കുക? ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഇൻക്രീസ് ചെയ്യുക. അതായത് എന്താ സംഭവിക്കുക? പ്രൊഡക്റ്റ് ഫോർമേഷൻ കുറയും. അപ്പോൾ റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഫോർമേഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ഹീറ്റ് ഇൻക്രീസ് ചെയ്താൽ പ്രൊഡക്റ്റ് ഫോർമേഷൻ ഡിക്രീസ് ചെയ്യും. അപ്പോൾ 19th ക്വസ്റ്റ്യൻ എയുടെ ആൻസർ റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഫോർമേഷൻ ഡിക്രീസസ്. റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഫോർമേഷൻ എന്തായി പോകും? കുറഞ്ഞു പോകും. ഇനി അതിൽ ബി പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് വാട്ട് ചേഞ്ചസ് ടു ബി മെയ്ഡ് ഇൻ പ്രഷർ ടു ഗെറ്റ് മോർ പ്രോഡക്റ്റ്. പ്രഷറിൽ എന്ത് ചേഞ്ച് വരുത്തിയാലാണ് കൂടുതൽ പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുക? അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റിയാക്ടൻറ്റ് സൈഡിൽ 2 NOയും 1 O2ഉം ടോട്ടൽ 3 മോൾസ് ഉണ്ട്. അതേസമയം പ്രോഡക്റ്റ് സൈഡിൽ 2 NO2 2 മോൾസ് ആണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂടുതൽ എവിടെയാണ്? നമ്മുടെ റിയാക്ടൻറ്റ് സൈഡിലാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള ആ സ്ഥലത്തേക്ക് ആയിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും റിയാക്ഷൻ ചലിക്കുക. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറവായത് എവിടെയാണ്? നമ്മുടെ പ്രോഡക്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് ഫോർമേഷൻ ആണ് ആ സൈഡിലേക്കാണ് എന്ത് ചെയ്യുക? റിയാക്ഷൻ മൂവ് ചെയ്യുക. അതായത് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൂടുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? പ്രഷർ ഹാസ് ടു ബി ഇൻക്രീസ്ഡ് ടു ക്രിയേറ്റ് മോർ പ്രോഡക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? പ്രഷർ ഇസ് ടു ബി ഇൻക്രീസ്ഡ്. പ്രഷർ നമ്മൾ എന്ത് ചെയ്യണം? ഹൈ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രോഡക്റ്റ് ഫോർവേഡ് റിയാക്ഷൻ, പ്രോഡക്റ്റ് ഫോർമേഷൻ കൂടാന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ കൂടുക. ഓക്കെ, ഇനി എൻ്റെ സി ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ ഡസ് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻഫ്ലുവൻസ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ? ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ സംഭവിക്കും. ഇവിടെ ഓക്സിജൻ ആരാണ്? ഓക്സിജൻ ഒരു റിയാക്റ്റന്റ് ആണ് അല്ലേ? ഓക്സിജൻ റിയാക്റ്റന്റ് സൈഡിലാണ് ഓക്സിജൻ ഉള്ളത്. അപ്പോൾ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇനി ക്വസ്റ്റ്യൻ ഡിയിൽ പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ കാറ്റലിസ്റ്റ് ഇൻ റിവേഴ്സിബിൾ റിയാക്ഷൻസ്? ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിവേഴ്സിബിൾ റിയാക്ഷൻസിൽ കാറ്റലിസ്റ്റ് എന്ത് റോളാണ് വഹിക്കുന്നത്? എന്താ ചെയ്യുക? അത് ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കും. ഇറ്റ് ഹെൽപ്സ് ടു റീച്ച് ഇക്വിലിബ്രിയം ഫാസ്റ്റർ. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിയുടെ ആൻസർ ഫംഗ്ഷൻ ഓഫ് എ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഹെൽപ്സ് ടു റീച്ച് ഇക്വിലിബ്രിയം ഫാസ്റ്റർ. ഇക്വിലിബ്രിയത്തിൽ വേഗത്തിലെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. 20th ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ഈ സെക്ഷനിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ ഓവറോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനും. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എക്സാമിൻ ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ. കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്, 6 എണ്ണം. അതിൽ എ, ഐഡന്റിഫൈ ദ ഐസോമറിക് പെയേഴ്സ്. ഇതിൽ ഐസോമേഴ്സിനെ തിരിച്ചറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തതിൽ 5 കാർബൺ ആറ്റംസ് ഉണ്ട്. 5 കാർബൺ ആറ്റംസ് ഉള്ള വേറെ ഏത് കോമ്പൗണ്ട് ആണുള്ളത്? ഇതിൽ 5ാമത്തെ കോമ്പൗണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ആളും 5ാമത്തെ ആളും എന്താണ്? ഐസോമേഴ്സ് ആണ്. രണ്ടിലും 5 കാർബൺ ആറ്റംസ് വീതമുണ്ട്. അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. 5 കാർബൺ ആറ്റംസും 12 ഹൈഡ്രജൻ ആറ്റംസും. രണ്ടിലും 5 കാർബൺ ആറ്റംസ്. ഇതും C5H12, ഇതും C5H12. മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. അപ്പോൾ ഇവരെന്താണ്? ഐസോമേഴ്സ് ആണ്. അടുത്ത ഐസോമേഴ്സ് സെക്കൻഡ് ആളുടെ നമ്മൾ നോക്കാം. സെക്കൻഡ് ആളുടെ 3 കാർബൺ ആറ്റംസ്, ഒരു ഓക്സിജൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 കാർബൺ ആറ്റം ഒരു ഓക്സിജൻ ഉള്ള ആളാരാണ്? 4th കോമ്പൗണ്ട്. അയാൾക്ക് എന്താണ്? 3 കാർബൺ ആറ്റം ഒരു ഓക്സിജൻ. ഇയാളുടെ കെമിക്കൽ ഫോർമുല C3H5 H5 അല്ല, H7O. H7O 7 അല്ല, H8. C3H8O 8 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. C3H8O ഇതാണ് ഇയാളുടെ
കെമിക്കൽ മോളിക്കുലാർ ഫോർമുല, മറ്റേ ആളുടെയും മോളിക്കുലാർ ഫോർമുല എന്ത് തന്നെയാണ്? C3H8O തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള ആരാണ്? ഇവർ രണ്ടുപേരും, നമ്പർ 3 ആൻഡ് നമ്പർ 6. നമ്പർ 3 ആൻഡ് നമ്പർ 6ൻ്റെ പ്രത്യേകത എന്താണ്? രണ്ടിലും ക്ലോറോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ C3H7Cl, ഇയാളും C3H7Cl. അപ്പോൾ ഇവരാണ് ഐസോമർ പേഴ്സ് 1 and 3, 2 and 4, 3 and 6. 1 and 4, 1 and 5, 2 and 4 and 3 and 6. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? ഫസ്റ്റത്തത് 1 and 5. ഫസ്റ്റ് ഐസോമർ പെയർ 1 and 5. Second isomer pair 2 and 4. Third isomer pair 3 and 6. ഓക്കെ, ഇവരാണ്. ABC എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ഐസോമർ പേഴ്സ് മാത്രമാണ്. ഫസ്റ്റ് എല്ലാം A ക്വസ്റ്റ്യൻ്റെ പാർട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ A ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ്? ഐസോമേഴ്സ് 1 and 5 ഐസോമർ പെയർ ആണ്, 2 and 4 ഐസോമർ പെയർ ആണ്, 3 and 6ഉം ഐസോമർ പെയർ ആണ്. ഓക്കെ, ഇനി വിച്ച് ഇസ് എ ഫങ്ഷണൽ ഐസോമർ പെയർ? ഇവരിൽ ഫങ്ഷണൽ ഐസോമർ ആരാണ്? അപ്പോൾ ആരതിൽ ഫങ്ഷണൽ ഐസോമർ? 1 and 5 എടുത്തു കഴിഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒന്നുമില്ല. 3 and 6 എടുത്തു കഴിഞ്ഞാൽ 3 and 6ൽ രണ്ടിൽ ക്ലോറോ ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ ഫങ്ഷണൽ ഐസോമർ ആണെങ്കിൽ എന്ത് വേണം? ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വേണം. പക്ഷേ ഇതിൽ രണ്ടിലൊന്നാണ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, ക്ലോറോ ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആൻസർ 2 and 4 ആണ്. അതിലൊരാളുടെ OH ഗ്രൂപ്പും മറ്റേ ആളുടെ എന്താണ് എതർ ഗ്രൂപ്പുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 and 4 ആണ് ഇതിൻ്റെ. അപ്പോൾ B ക്വസ്റ്റ്യൻ്റെ ആൻസർ 2 and 4. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് 2023 ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ആൻസർ ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരുപാട് കൂടുതൽ എഴുതി കൂട്ടാനൊന്നും എന്തെങ്കിലും കെമിസ്ട്രിയിലില്ല. സിമ്പിളായിട്ട് ആലോചിച്ച് ആൻസേഴ്സ് എഴുതാനുള്ളതാണുള്ളൂ. അതുപോലെ ഞാനിപ്പോൾ എഴുതിയതുപോലെ എഴുതുകയാണെങ്കിൽ എന്താണ് എല്ലാവർക്കും ഇങ്ങനെ എഴുതാൻ പറ്റണമെന്നില്ല. കാരണം നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കുറച്ചുകൂടി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വേറെ ആയിരിക്കും. അപ്പോൾ അത് ഏത് ഓർഡറിൽ, ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മുതൽ കറക്റ്റ് ഓർഡറിൽ പോയി എന്നാണുള്ളൂ. പക്ഷെ അങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അത് ആദ്യം എഴുതുക, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇടണം എന്ന് മാത്രമാണുള്ളൂ. അതുപോലെ എന്ത് ചെയ്യുക, ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടതില്ല, നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എക്സ്ട്രാ വരുന്ന ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയാൽ മതി. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് എഴുതുക. കാരണം ഇനി ചിലപ്പോൾ ബൈ ചാൻസ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ് ശരിയാവുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരിക്കും നിങ്ങളുടെ മാർക്കിന് വേണ്ടിയിട്ട് പരിഗണിക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു പേപ്പറായിരുന്നു 2023 കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്യാം.